ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു ദിവസം കൂടെ തന്നതിനായി അങ്ങേ സ്തുതിക്കുന്നു. ശുഭകരമായ പ്രവർത്തിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. അവിടുത്തെ കരുതലിനും കാവലിനുമായി സ്തോത്രം. അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ കർത്താവെ, നിൻ്റെ മുമ്പിൽ നിലനിൽക്കും. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കണം, നിൻ്റെ പക്കൽ വിമോചനമുണ്ട് എന്ന തിരുവഴുത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിക്കുകയും കർത്താവെ, ഞങ്ങളെ വിശുദ്ധീകരണത്തിൽ അന്യന്യരായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുകയും ചെയ്യുമാറാകണമേ എന്ന് അവിടുത്തെ തന്നെ യാചിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന അവിടുത്തെ മഹാസ്നേഹം, പുത്രന് നൽകിയ സ്നേഹം, പുത്രന് തിരുരക്തം, എല്ലാറ്റിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. തുറന്നും കൂടെ ഇരിക്കണമേ. തിരുവഴുത്തുകളെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പ്രകാരം അവിടുന്ന് മനസ്സിലാക്കി തരികയും വ്യാഖ്യാനിച്ച് തരികയും ഞങ്ങളുടെ ഹൃദയത്തിൽ അത് 60-100 മേനിയായി ഫലം കായ്ക്കൊണ്ടൊക്കെ വിതയ്ക്കപ്പെടുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നിറയ്ക്കണമേ, അത് കൂടെ ഇരിക്കണമേ, അവിടുന്ന് എടുക്കണമേ. പുത്രനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. 107-ാമത്തെ സങ്കീർത്തനമാണ് നാം ചിന്തിക്കുന്നത്. എൻ്റെ 15-ാമത്തെ വാക്യം വരെ നമ്മൾ കണ്ടു. 4 പോർഷനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടു. ഒന്നാമത്തെ പോർഷൻ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും, പിന്നീട് 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ഓരോ സ്ഥലത്തും ദൈവം വിടുവിക്കുന്നതാണ്. എന്തെന്നല്ല അവരെ വിടുവിച്ചു, എന്തിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നൊരു സങ്കീർത്തനമാണത്. ഒന്നാമത് നമ്മൾ കണ്ടത്, അവർ മരുഭൂമിയിൽ ഉഴന്നു നടന്നു, വഴിയില്ലാതെ, സങ്കേതമില്ലാതെ, സങ്കേതമില്ലാതെ അവർ ഉഴന്നു നടന്നു എന്നവിടെ കാണുകയാണ്. അങ്ങനെ ഉഴന്നു നടന്നപ്പോൾ അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥന കേൾക്കുകയാണ്. ഒന്നാമത് അവർക്ക് വഴി കൊടുക്കുകയാണ്. ആ മരുഭൂമി എന്നവർ പുറത്തു വരുവാൻ തക്കവണ്ണം അവർക്ക് ദൈവം വഴി കൊടുക്കുന്നു. തുടർന്ന് അവർക്ക് മരുഭൂമി പുറത്തു വന്നിട്ട് അവർക്ക് സങ്കേതം കൊടുക്കുന്നു, അവർക്ക് ഒരു ഷെൽട്ടർ കൊടുക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നമ്മൾ കർത്താവിൽ കണ്ടെത്തുകയാണ്. മരുഭൂമി സമാനമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വഴിയില്ലാതെ, ലക്ഷ്യമില്ലാതെ, യേശുവിനെ അറിയാതെ, കാരണം വഴിയെന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. യേശുവിനെ അറിയാത്ത ജീവിതങ്ങളാണ് മരുഭൂമി സമാനമായ ജീവിതം. ഉഴലുന്നതായ ജീവിതം, എങ്ങോട്ടെന്നറിയാതെ, ദിശയേതെന്നറിയാതെ, ലക്ഷ്യമില്ലാതെ അലയുന്നതായ ജീവിതം. അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് വഴിയായി യേശു കടന്നു വരുന്നു. യാചിക്കുന്നവർക്ക്, അതാണ് അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, അല്ല യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. നിങ്ങൾ കണ്ടെത്തും, നിങ്ങൾക്ക് തുറക്കപ്പെടും, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവിടെ അവർ ആ കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കുകയാണ്. അപ്പോൾ അവർക്ക് ദൈവത്തിന് കൊടുക്കുകയാണ്. അവർക്ക് വഴി കിട്ടി, അവർക്ക് ഷെൽട്ടറായി. തുടർന്ന് നമ്മൾ കാണുന്നത്, അപ്പോൾ അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണമെന്നാണ് ഒന്നാമത്തെ പാർട്ട് നമ്മൾ ചിന്തിച്ചത്. അവരവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴി നടത്തി. അതുകൊണ്ട് അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രമായി ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. രണ്ടാമത്തത്, അവർക്ക് ആർത്തിയുള്ളവൻ തൃപ്തി വരുത്തുന്നത്. അവർക്ക് ഭക്ഷണം, അവർക്ക് ആവശ്യമായിരിക്കുന്ന പോഷണം ലഭിച്ചു എന്നാണ് നമ്മളവിടെ കാണുന്നത്. തുടർന്ന് വചനത്തോട് മത്സരിച്ചു. മരുഭൂമിയിൽ മത്സരമൊക്കെ വന്നു. വചനത്തോട് മത്സരിച്ച് ദൈവത്തിൻ്റെ ആലോചന നിരസിച്ചവർ, അങ്ങനെ അവരെന്ത് ചെയ്തു? ഇരുളിലും അന്ധതമസിലും പെട്ടു. അതാണ് ഒരു അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ മറക്കുന്ന ഒരു അനുഭവമാണ്. ഒരു ബലമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ ത്യജിക്കുന്ന ഒരു അനുഭവം. കഷ്ടതയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. അനേകരും അങ്ങനെയാണ്. എല്ലാവരും വയ്ക്കും. ഒരു പരീക്ഷ വരുമ്പോൾ ദൈവത്തോട് മുട്ടിപ്പോയി പ്രാർത്ഥിക്കും. ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വി ആർ ഫ്രീ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വഴിക്ക്, പിന്നെ നമ്മുടെ പിന്നെ അടുത്ത വരണം, എന്തെങ്കിലും പ്രതിസന്ധി വരണം. അങ്ങനെയല്ല, എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ഒരു ജീവിതം, എപ്പോഴും ദൈവത്തോട് യാചിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന, ദൈവ സാന്നിധ്യ ബോധമുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്ന ഒരു ദൈവമല്ല. എന്നൊക്കെ പറയുന്നുണ്ടല്ലേ, ഹസ്ബൻഡിനെ കുറിച്ച് ഒക്കെ പറയും, പണം തരികയെന്ന മെഷീനല്ല, ATM അല്ല ഹസ്ബൻഡ് എന്ന് പറയുന്ന പോലെ. ദൈവത്തെ ഇന്നൊരു ATM പോലെ അനേകർ കാണുന്നുണ്ട്. ആവശ്യങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ എന്നാലും ഓടിച്ചെന്ന് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലം, ആവശ്യങ്ങൾ പറയാനുള്ള സ്ഥലമല്ല. ദൈവം
നിരന്തരമായി നമ്മുടെ സഹചാരിയായി, നമ്മുടെ സഹയാത്രികനായി, ഇല്ല നമ്മുടെ സങ്കേതമായിട്ട്, സഹയാത്രികനൊന്നുമല്ല പറയേണ്ടത്, നമ്മുടെ സങ്കേതമാണ് അവൻ, സകലവുമാണ്, നമ്മുടെ ജീവനാണ്, നമ്മുടെ മാർഗമായി എല്ലാമായിട്ട് അവൻ മാറും. ഇവിടെ അങ്ങനെ വചനത്തോട് മത്സരിച്ച് അങ്ങനെ ആലോചനയോട് നിരസിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ ഇരുളിൽ മന്ദനിവസലുമായിപ്പോയി. അരിഷ്ടതയിൽ ഇരുമിചങ്കലുവിൽ ഒരു ബന്ധിക്കപ്പെട്ടു. അവരുടെ ഹൃദയമൊക്കെ കഷ്ടത കൊണ്ട് താഴ്ത്തി. ദൈവം അവർക്കത് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം അവരുടെ ജീവിതത്തിലും അങ്ങനെ പ്രവർത്തിക്കുകയാണ്. അവർ ഇടറി വീണ് സഹായിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രതിസന്ധിയുടെ നടുവിൽ പിന്നെയും ഒരു ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. അവർ തങ്ങളുടെ കഷ്ടതയിലെ ഹോടെ നിലവിളിച്ചു. അവനോട് ഞെരുക്കങ്ങൾ വിരമിച്ചു. അവനവർ ഇരുട്ടിൽ നിന്നും അന്ധതമസ്സും പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. ഇരുട്ട്, അന്ധതമസ്, ബന്ധനം, ഇതെല്ലാം നമ്മുടെ ആത്മാവിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ദാവീദ് സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്നും പുറപ്പെടുവിക്കണമേന്ന്. 147 സങ്കീർത്തനമാണ് തോന്നുന്നു. എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ പുറപ്പെടുവിക്കണമേന്ന്. അപ്പോൾ ആത്മാവ് കാരാഗ്രഹത്തിൽ പാപത്തിൻ്റെയൊക്കെ ബന്ധനത്തിലായ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആ ബന്ധനം തുറന്ന് എന്നെ ദൈവത്തെ സ്തുതിക്കാൻ പ്രാപ്തനാക്കണമെന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇടപെടാതെ ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ, സ്തോത്രം ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ദൈവം അവരെ വിടുവിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസ്സിൽ നിന്ന് വിടിച്ചു. അവരുടെ ബന്ധനങ്ങൾ അറുത്ത് കളഞ്ഞു. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനത്തെ ഓർത്ത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തു ജനത്തെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നതാണ്. അവൻ ഇരുളിലും മരണതകളിലും ഇരിക്കുന്നവർ പ്രകാശിച്ച് അവരെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ഉയരത്തുന്ന ഉദയം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു നമ്മൾ കാണുന്നത്. ആർദ്രകരുണയാൽ ഉയരുന്ന ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1:78 നമ്മൾ കണ്ടു. അതാണ് തിരുജനനത്തിൻ്റെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യവേഷമെടുത്ത് ക്രിസ്തുവിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ യേശു ലോകത്തിൻ്റെ വെളിച്ചമായ ലോകത്തിലേക്ക് വന്നു. നമ്മുടെ ജീവിതത്തിലുള്ള ദൈവം ഇരുട്ട് മാറ്റി നമ്മളെ വെളിച്ചമുള്ളവരാക്കുക. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നത് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇരുളൊക്കെ മാറ്റുന്നത്. വചനം അയച്ചവരെ സൗഖ്യമാക്കി എന്ന് പറയുന്നുണ്ട്. വചനൻ ദൈവമായിരുന്നു, പിന്നെ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എല്ലാത്തിനും ഇങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ട് അവർ കാണുന്നത്. എല്ലാം കർത്താവ് യേശുക്രിസ്തുവിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതാണ്. പ്രകാശം എന്ന് പറഞ്ഞാലും, ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ, ജീവൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ എല്ലാം ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. അവിടെ പറഞ്ഞു യഹോവയുടെ നന്മയെ ചൊല്ലി അവൻ്റെ മനുഷ്യപുത്രനായ അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്തത് 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് അടുത്ത പോർഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ എന്താണ് 16 മുതൽ വാക്യങ്ങളിൽ, അവൻ താമ്രക്കതകുകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിലെ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവർ യഹോവയുടെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രനായി ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിലോട് ചേർത്ത് തുടർന്ന് മുമ്പോട്ട് വരികയാണ്. അവൻ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞു. അവരുടെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ഹാർഡിൽസ്, ഒത്തിരി പ്രതിബന്ധങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് താമ്രവാതിലുകളെ തകർക്കുന്നു. അടയ്ക്കപ്പെട്ട വാതിലുകളാണ്. നമുക്ക് പത്രോസ്ലീഹായൊക്കെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് കാരാഗ്രഹവാതിൽ തുറക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റേത്. നമ്മുടെ പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെയും മനുഷ്യർക്ക് അസാധ്യമാണ് നമ്മളെ വിടുവിക്കാൻ. നമ്മളെങ്ങനെ അത് രക്ഷപ്പെടുന്ന നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സർവ്വശക്തി വന്ന് അവിടെ നമ്മളെ ആ ഇരുമ്പടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം, അതൊരു വാഗ്ദാനം പോലെ നമ്മൾ കാണുന്നുണ്ട്. യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഏതൊരു പ്രതിസന്ധിയിലും നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ഇതിലും മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ദൈവത്തെ നമ്മൾ മുൻനിർത്തുക എന്നുള്ളതാണ്. ദൈവത്തെ മുന്നിൽ പോകാൻ അനുവദിക്കുക. കർത്താവേ, നീ ഈ കാര്യത്തിന് മുൻപേ പോകണമേ, നീ ഇത് നിർവഹിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥനയോട് പോകുമ്പോൾ അവിടെ ദൈവം മനോഹരമായി അത് അവിടെ പ്രവർത്തിക്കാൻ കാണാം. യശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിലാണ് നമ്മളവിടെ കാണുന്നത്. 45 പറയുക, യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരമല്ല ചെയ്യുന്നു. അവൻ്റെ ജാതികളെ കീഴടക്കി രാജകുമാരത്തെ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ
ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരം മുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തെങ്കിലും അസ്തമയത്തെങ്കിലും ഉള്ളവൻ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല. ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രോമിസായത്, ഞാൻ നിനക്ക് മുമ്പായി ചെല്ലാം, ദുർഘടങ്ങളെ നിരപ്പാക്കാം, താമരവാദികൾ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യാം. എന്നിട്ട് ദൈവയുടെ പേര് ചൊല്ലി വിളിക്കുക ദൈവം എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തെ മുന്നിൽ നിർത്തുമ്പോൾ ദൈവം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. അവർ തങ്ങളുടെ കഷ്ടത അവിടെ പറയാണ്, ഭക്ഷണമില്ലാതിരുന്നവർക്ക് ഭക്ഷണം കിട്ടി. പക്ഷേ സമാധാനമില്ലാതെ എന്താണ് ഭക്ഷണം എന്ന് പറയുന്നത്? അല്ല, ഭക്ഷണമാണോ ഇല്ല, അല്ലെങ്കിൽ സമ്പത്താണോ ഇല്ല, ഐശ്വര്യമാണോ ഇല്ല. മരണത്തോടെടുക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ സ്വർണം കൊണ്ട് എന്താ പ്രയോജനം? അവന് പൊന്നു പണ്ടങ്ങൾ കൊടുത്താൽ അവന് തൃപ്തി വരുമോ? അവന് പ്രയോജനമില്ലല്ലോ. നഗ്നനായി വന്നു നഗ്നായി ലോകത്ത് മാറ്റപ്പെടുമെന്ന് പറയാം. ഉണ്മാനം കൊടുക്കാനുണ്ടെങ്കിലും അധികം കർത്താവ് പറയുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരട്ടെ. പക്ഷേ അനുഗ്രഹങ്ങളിലൊന്നും അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. ഈ പ്രോസ്പെറിറ്റിക്ക് പറ്റുന്ന ഒരു കുഴപ്പം അതാണ്. അവർ സമൃദ്ധിയുടെ മാത്രം ദൈവമായിട്ട് കണക്കപ്പെടുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, പക്ഷേ എല്ലാറ്റിലും നമ്മൾ പരിശീലിപ്പിക്കുന്ന ദൈവമാണ്. ഏറ്റവും വലുത് നമുക്ക് ദൈവരാജ്യം എന്നുള്ളതാണ്, ദൈവം എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനെ നേരിടുവാൻ നമ്മൾ ശക്തരാകുമ്പോഴാണ് യഥാർത്ഥമായ ലക്ഷ്യം നമ്മൾ പ്രാപിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായി തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം കഷ്ടപ്പെട്ടു. ലംഘനവും അകൃത്യവും പാവവും അത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുന്നതാണ്. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നിയവർ മരണവാതിലോട് സമീപിച്ചിരിക്കുന്നു. ഒരു പനി വന്നാൽ നമ്മുടെ ടേസ്റ്റൊക്കെ മാറുക, അല്ലേ? നമ്മളൊക്കെ കടന്നുപോയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പനി വന്നാൽ നമ്മുടെ ടേസ്റ്റൊക്കെ മാറുകയാണ്. അപ്പോൾ ഇതൊന്നുമല്ല ജീവിതത്തിൽ ദൈവം നല്ലവന് രുചിച്ചറിയാനായിട്ട് സാധിക്കും. ആ ടേസ്റ്റ് അതാണ് ഏത് പ്രതിസന്ധികളും നമ്മൾ അതിജീവിക്കാൻ പ്രാപ്തരാക്കുന്നത്. എന്നിട്ട് അവർക്ക് എന്താ കണ്ട കഷ്ടതയിൽ യഹോവയുടെ വിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങൾ വിടി. എങ്ങനെയാണ് വിടുവിച്ചേ? 20-ാമത്തെ വാക്യത്തിൽ പറയാം, അവൻ നിന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. വചനമയച്ച് സൗഖ്യമാക്കുന്ന ഒരു ദൈവം. അപ്പോൾ വചനത്തിന് പവറുണ്ട്, ശക്തിയുണ്ട്. അത് വെറും മനുഷ്യൻ്റെ വാക്കുകളല്ല. ഈ ദുഃഖത്തിലും കഷ്ടതയിലായി പോകുന്നതിനെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസ വാക്കുകളെ കുറിച്ച് പറയും, അത് മാർബിളിൻ്റെ പുറത്തൊഴിക്കുന്ന ജലം പോലെയാണെന്ന് പറയും. അതിനെ സ്വാധീനിക്കുകയില്ല, അത് ഒഴുകിപ്പോകത്തേ ഉള്ളൂ. അപ്പോൾ ദുഃഖങ്ങളിൽ, മഹാവിപത്തുകളിൽ മനുഷ്യൻ്റെ വാക്കുകൾക്കൊന്നും ആശ്വാസം കൊടുക്കാൻ പറ്റത്തില്ല. ആർക്കും പറയാൻ വാക്കുകൾ പോട്ടെ, സാരമില്ല, ഇങ്ങനെയൊക്കെയാണ് ജീവിതം, ഇങ്ങനെ പറയാം അങ്ങനെ വാക്കുകൾ. പക്ഷെ യഥാർത്ഥമായിട്ട് ദൈവവചനത്തിനാണോ, ദൈവകൃപയ്ക്ക് അതിനെ സാന്ത്വനിപ്പിക്കാനായിട്ട് പറ്റും. ആ ഭാരങ്ങൾ മാറിപ്പോകുന്നു കാണാം, ആ പ്രതിസന്ധികൾ മാറിപ്പോകുന്നു കാണാം, ആ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നു കാണാം. ഇവിടെ പറയുന്നത്, വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവരുടെ ഏതെല്ലാം കുഴികൾ അവരെ വീണിട്ടുണ്ട്, ആ കുഴികളിൽ നിന്നൊക്കെ ദൈവം അവർ കരകയറ്റി അവരെ രക്ഷിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർ യഹോവയുടെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്റെ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ പ്രതിസന്ധികളുണ്ടോ? ഈ കീൽക്കുഴിയിൽ വീണു നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. അബ്രഹാമിൻ്റെ ജീവിതത്തോട് ബന്ധിച്ച് രാജാക്കന്മാരെ ഓടിക്കുമ്പോൾ അവർ കീൽക്കുഴിയിൽ വീണെന്ന് പറഞ്ഞാൽ ടാറുള്ളതായ കുഴിയിൽ വീണുക എന്ന് പറഞ്ഞാൽ തിന്മകളിലേക്ക് ചില ടാറുകൾ പറ്റിയ ജീവിതങ്ങളുണ്ട്, പോകാത്ത ഇത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചാൽ, ദൈവത്തോട് യാചിച്ചാൽ ദൈവം എല്ലാം മാറ്റുവാൻ ദൈവം സർവശക്തനാണ്. ദൈവത്തോട് യാചിക്കാം, അങ്ങനെ ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാം, സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം. അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സ്തുതിക്കാം. അതാണ് ഏറ്റവും മനോഹരമായൊരു അനുഭവം, രക്ഷയുടെ സന്തോഷം. കർത്താവ് സന്തോഷിപ്പിന്ന് ഞാൻ പിന്നെയും പറയുന്നു, പൗലോസ് പറയുന്നതാണ്. ലോകസന്തോഷങ്ങളല്ല, അതൊക്കെ മാറിപ്പോകും, നീങ്ങിപ്പോകും. എന്നാൽ ദൈവം നമുക്ക് തരുന്ന സന്തോഷം, സമാധാനം, ഇതെല്ലാം നമുക്ക് നിലനിൽക്കുന്നതാണ്. നമുക്കതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, വചനം അയച്ച് സൗഖ്യമാക്കുന്ന തിരുവഴുത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്കും ഈ വചനം ധ്യാനിക്കുമ്പോഴെല്ലാം ആന്തരികവും ശാരീരികവും ആത്മീകവുമായ എല്ലാ സൗഖ്യവും പ്രദാനം ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ തിരുഹിത പ്രകാരം മനയണമേ, തിരുവിഷ്ടത്തിനായി ഞങ്ങളെ അർപ്പണം ചെയ്യുന്നു. ഇതുവരെ തന്ന എല്ലാ കൃപകൾക്കായ സ്തുതി, കുറ്റങ്ങൾ ക്ഷമിക്കണേ, മുഖത്തോട് മാത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ലെന്നോതി എൻ കരം പിടിച്ചവൻ നടത്തുന്നു. ഞാൻ നിന്നെ